ഞാൻ ചോദിക്കാം. ഇനി എന്ത് ചോദിക്കാൻ ഒന്നുമില്ല. ചേച്ചിയുടെ നോട്ടം എന്ന് പറയുന്നത് നല്ലൊരു സൈഡ് ബിക്കോസ് ഓഫ് ദ കാറ്റ് ഐസ് ആൻഡ് അടിപൊളിയായിരുന്നു. എല്ലാരും ഷാർപ്പ്, കണ്ണ് നല്ല ഷാർപ്പാ. അപ്പൊ അതുകൊണ്ട് നല്ല എന്റെ പൊന്നുമോളെ എന്നെ എറിക്കറ്റല്ലേ, അടിയിൽ തെറി വരും. പടം എന്താ പറയാ, നോൺ ലീനിയർ ആയതിന്റെ ഒരു ഭംഗിയുണ്ട്. വിവിധയുടെ ഒരു ഇമോഷണൽ സീൻ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. അതില് കൈവിരലുകൾ ഇങ്ങനെ വിറച്ചുപോയി ഇങ്ങനെ പിടിക്കുന്ന ഒരു രംഗം. എന്നെ കൊല്ലാനായിട്ട് അതൊന്നുമല്ല. ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ്. എന്തായി ഇരിക്കുന്നതാ? ഞാനങ്ങനെ ചോദിക്കുക, തന്നോട് ഇന്നലെ പടം കാണാൻ പറഞ്ഞപ്പോ താൻ കറക്റ്റ് ആയിട്ട് ഇന്ന് വന്ന് അതിനാദ്യം തന്നെ തേക്കും. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? താനുള്ള ഫ്രണ്ടിൽ ഇരുന്ന് കണ്ട്? നല്ല മൂവി ആയിരുന്നു, നല്ല ട്വിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് പ്രതീക്ഷ? ക്ലൈമാക്സ് നമ്മൾ വിചാരിക്കാത്തൊരു ക്ലൈമാക്സ് ആയിരുന്നു. അത് കേട്ടോ, സന്തോഷം. ഇനി ഞാൻ ചോദിക്കാം. ഇനി എന്ത് ചോദിക്കാൻ ഒന്നുമില്ല. അല്ല എന്നാലും ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലായി? ഞാൻ കണ്ടായിരുന്നു പടം, നല്ല ഇമോഷണൽ സീനൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ പടം ഇരുന്ന് കണ്ടപ്പോ? ബിബിൻ ജോർജ് മൊത്തത്തില് പടം എന്താ പറയാ, നോൺ ലീനിയർ ആയതിന്റെ ഒരു ഭംഗിയുണ്ട്. കാരണം ആക്ച്വലി ഞാനല്ല പറയണ്ടത്, എനിക്ക് ഈ കഥയൊക്കെ അറിയാവുന്നതുകൊണ്ട് നിങ്ങളാണ് പറയേണ്ടത്. എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ഷോ കാണുമ്പോഴൊരു വളരെ നന്നായിട്ടുണ്ട്. അതായത് നമ്മള് എന്താ പറയാ, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട് അല്ലേ? ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ വരും എന്നുള്ളത്. ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, താങ്ക് യു. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം പടം കാണുവാണ്, എന്താണ് ഇപ്പൊ ഒരു സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. അന്ന് കണ്ട അതേ ഒരു ആവേശവും മൂടും തന്നെയാണ് ഇപ്പോഴും. ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും പടം, എന്നാലും ഓഡിയൻസിന്റെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ആ ചില മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് അപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ട് തോന്നുന്നുണ്ട്. അതിലേതെങ്കിലും മനസ്സിൽ പതിഞ്ഞ ഏതെങ്കിലും ഫ്രെയിമുകൾ ഉണ്ടോ? ഫ്രെയിമുകളുണ്ട് നമുക്ക്, പക്ഷെ ഇപ്പോൾ പുറത്തേക്ക് പറഞ്ഞാൽ അത് സ്പോയിലറാണ്, ആൾക്കാർ കാണും. ആ ഇമോഷണൽ സീനൊക്കെ ഇല്ലേ, ബിബിൻ ചേട്ടന്റെ ഒരു ചേട്ടനെ പിടിക്കാനൊക്കെ പോകുന്നത്, അതൊക്കെ വിരലുകളൊക്കെ ഇങ്ങനെ എന്താ പറയാ അതുപോലെ അഭിനയിക്കുന്നുണ്ടായി. ബിബിൻ ചേട്ടന്റെ സ്ക്രീൻ കണ്ടപ്പോ തോന്നിയ ഞാൻ എന്റെ ചേട്ടന്റെ ഒരു നടനാണ്. തീർച്ചയായിട്ടും നമ്മുടെ കാസ്റ്റിംഗ് കറക്റ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഹാപ്പിയാണ്. ഹാപ്പി. താന്തോന്നിയുള്ള സമയത്ത് മോള് ചെറിയതായിരിക്കുമല്ലോ, അപ്പൊ അന്നും തിയേറ്ററിൽ കണ്ടായിരുന്നു? ഇല്ല അങ്ങനെ ആ സമയത്ത് ലൈക്ക് എനിക്ക് അത്ര മനസ്സിലാവൂല. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ലൈക്ക് ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അതിന്റെ പിന്നെ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ത്രില്ലർ മൂവി ഇറക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ അപ്പം കഥ പറഞ്ഞു തന്നായിരുന്നു, ട്വിസ്റ്റ്? ഇല്ല അങ്ങനെയൊന്നുമില്ല. അച്ഛൻ ലൈക്ക് ഇതിന് ഷൂട്ടിങ്ങിനൊക്കെ ആയിട്ട് പോകും. ബട്ട് എനിക്ക് ട്രെയിലർ അന്നത്തെ മാത്രം കാണിച്ചതുള്ളൂ, വേറെ കഥയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മൊത്തത്തില് ബിബിൻ ചേട്ടനും നായികയുടെ നോട്ടം എല്ലാരും എടുത്ത് പറയുന്നത്. നായികേനെ അയ്യോ എന്ത് ലൈക്ക് വിസ്മയ ചേച്ചിയുടെ നോട്ടം എന്ന് പറയുന്നത് നല്ലൊരു സൈഡ് ബിക്കോസ് ഓഫ് ദ കാറ്റ് ഐസ് ആൻഡ് അടിപൊളിയായിരുന്നു. പിന്നെ മുരളിച്ചേട്ടനെയും ബാബുരാജേട്ടനെയും ഒക്കെ ഇഷ്ടമാണോ? നല്ല ഇഷ്ടമാണ്. മുരളിച്ചേട്ടന്റെ ലൈക്ക് ആ അടിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ആൻഡ് ബാബുരാജാണെങ്കിലും ബിബിൻ ചേട്ടന്റെ മറ്റു പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അതിന്റെ എങ്ങനെ വ്യത്യാസം തോന്നി? എനിക്ക് ഇച്ചിരിയും കൂടെ എന്താ പറയാ, നല്ല വെറൈറ്റി ആയിട്ട് ഒരു ഇത് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു റിവെഞ്ച്, ഐ മീൻ ഒരു കൂടെ നിൽക്കാനുള്ള ഒരു ലവിന്റെ ഒരു ഡീപ്നെസ് എല്ലാം. അപ്പൊ എല്ലാരും അങ്ങനെയാണ് പ്രേക്ഷകർ പറയുന്നത്, അങ്ങനത്തെ ഒരു നോട്ടമായിരുന്നു. അപ്പം എന്ത് തോന്നുന്നു ഇപ്പൊ മൊത്തത്തിലൊരു എന്താ പറയാ, സ്പീച്ച്ലെസ് ആക്ച്വലി. ഇങ്ങനൊരു മൂവിയുടെ ഭാഗമാവാൻ കഴിഞ്ഞത് തന്നെ അതാണ് എൻ്റെ ഫസ്റ്റ് ഗ്രേറ്റ്ഫുൾ. അത് കഴിഞ്ഞിട്ടേ എല്ലാം ഉള്ളൂ. സോ എന്താ പറയാ, ഇറ്റ് വാസ് റിയലി നൈസ്. ഇപ്പം ഉറിയടിയിൽ നായികയായിരുന്നല്ലോ, അത് സൂര്യ സാർ നിർമ്മിച്ചാണ്. അപ്പം സൂര്യ സാറുമായിട്ട് അവർ രണ്ടാളും സൂപ്പർ ആയിട്ട് ഇല്ല അത് അങ്ങോട്ടും കൂടി കീച്ചെന്നാന്ന് വിചാരിക്കാം. അഭിനയം ഞാൻ നല്ല പറഞ്ഞില്ലേ, ഗ്രേറ്റ്. അപ്പൊ രണ്ടാളും ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോഴാണ് ഭയങ്കര രസമായിരുന്നു. അപ്പൊ ഇപ്പൊ നായിക കൂടി വന്നപ്പോ ബിബിൻ ചേട്ടൻ നേരത്തെ ഒന്നും പറഞ്ഞില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം. നായികയുടെ കാര്യം പറയാം. നായിക എനിക്ക് തോന്നുന്നു ഉറിയടി, സൂര്യയുടെ പ്രൊഡക്ഷനിലെ ഉറിയടി 2 ആണ് ആദ്യമായിട്ട് നായികയെ വിടും. മലയാളത്തിൽ ഇത് ഫസ്റ്റ് ടൈമാണ്. പക്ഷേ ഈ കഥ കേൾക്കുമ്പോൾ സത്യത്തിൽ അത് നിങ്ങൾക്കറിയാലോ, നമ്മൾ ഹീറോ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ചെയ്യാനുള്ള പടമൊന്നുമില്ല. പക്ഷേ ഇതൊരു വുമൺ ഓറിയൻറ്റഡ് സബ്ജക്റ്റ് ആണെന്നും പുള്ളിക്കാരത്തിയാണ് ഇതിൽ ഹീറോ എന്നുള്ളത് എനിക്കറിയായിരുന്നു. ഷൂട്ടിങ് തുടങ്ങുന്ന മുതൽ ഞാൻ വിസ്മയനോട് പറയുന്നുണ്ട്, വിസ്മയ അത്രയും ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ്, അത് ഉള്ളിൽ വെച്ച് ചെയ്യണം, ഡെപ്ത് ചെയ്യണം, ഫീൽ ചെയ്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളതൊക്കെ. കാരണം നമുക്ക് അതേ വായിച്ചിട്ട് ഈ നായിക പുതിയ ആളായതുകൊണ്ട് നമുക്ക് ഷൂട്ടിംഗ് ടൈമിൽ ദൈവം ഇത് വർക്കായില്ലെങ്കിൽ പടം വർക്കാവില്ല, നായിക വർക്കായില്ലെങ്കിൽ പടം വർക്കാവില്ല. പക്ഷെ ദൈവം അനുഗ്രഹിച്ചിട്ട് എന്ത് രസമായിട്ട് ചെയ്ത ക്ലൈമാക്സിലൊക്കെ നടത്തുക അടിപൊളിയായിരുന്നു. എല്ലാവരും ഷാർപ്പ്, കണ്ണ് നല്ല ഷാർപ്പാ. അപ്പൊ അതുകൊണ്ട് നല്ല എന്റെ പൊന്നുമോളെ എന്നെ എറിക്കറ്റല്ലേ, അടിയിൽ തെറി വരും.
ബിബിൻ ചേട്ടന്റെ ആ സപ്പോർട്ടാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ വേണമല്ലോ. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, 13 വർഷമായി സിനിമയിൽ വന്നിട്ട്. അപ്പൊ അത് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട്? വളരെ നന്നായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ആളെന്ന് പറഞ്ഞാൽ ആൾക്ക് ഒരു കെമിസ്ട്രി വർക്ക് ആവണമെങ്കിൽ തമ്മിലൊരു റെസ്പെക്റ്റ് വേണം. ആൾക്ക് എല്ലാവരോടും ഒരേപോലെയാണ്, വളരെ റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് എല്ലാവരോടും. അങ്ങനെ വേറെ ആൾ അങ്ങനെ ഒന്നുമില്ല. സോ ആളുടെ ടിപ്സും ആൾ തന്ന കോൺഫിഡൻസും ആൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് സോ ഐ ക്യാൻ ഈസിലി ടേക്ക് എല്ലാ ആള് പറയുന്ന കേട്ടനുസരിച്ച് ചെയ്യായിരുന്നു. സോ അതായിരുന്നു ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട്. ബിബിൻ ചേട്ടൻ്റെ ഒരു ഇമോഷണൽ സീൻ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. അതില് കൈവിരലുകൾ ഇങ്ങനെ വിറച്ചുപോയി ഇങ്ങനെ പിടിക്കുന്ന ഒരു രംഗം. അതൊന്നുമല്ല, പേടിച്ചിട്ട് ആ സീനില് അങ്ങനത്തെ ഇമോഷണൽ രംഗത്ത് അത് അച്ഛൻ അവിടെ കിടന്നപ്പോ അങ്ങനെ ഒന്ന് ഇതായതാ. അതൊന്നും അങ്ങനെയൊന്നുമില്ല, ചുമ്മാരി വെറുതെ തന്നെ കേട്ടതല്ല. അതൊരാളുടെ അച്ഛൻ മരിച്ചപ്പോ അവരെ സമാധാനം. അതങ്ങനെയല്ലേ, നമ്മളെല്ലാവരും ഒന്ന് അച്ഛൻ ആശുപത്രി കിടക്കുമ്പോ ഒന്ന് ടോട്ടൽ ബോഡിയിൽ ഒരു ഷേക്ക് ഉണ്ടായിരുന്നു അതില്, അങ്ങനെ ഒന്നാ. അല്ല, അത് നോട്ടീസ് ചെയ്തത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എന്നെ ആളെ വിട്. അതല്ല, അപ്പൊ നമ്മളത് ഞാൻ ഇന്നലെ ഇന്റർവ്യൂവിൽ പറഞ്ഞ സീൻ നല്ലതായിരുന്നു. ആ മലയുടെ മുകളിൽ ഞങ്ങൾ തമ്മിലുള്ള റൊമാൻസ് സീക്വൻസ്, അത് രസമുണ്ടായി. റൊമാൻസ് ഇനിയും നമുക്ക് റൊമാൻസ് കാണണം, അടിപൊളിയായിരുന്നു. വരട്ടെ, പടങ്ങൾ വരട്ടെ, നമ്മള് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഞാൻ പറഞ്ഞു മനസ്സിലായി. ഓക്കെ, അപ്പൊ പടം വിജയിക്കട്ടെ. മ്യൂസിക്കാണ്, പല മ്യൂസിക്കുകളും നമ്മളെ എപ്പോഴും ഇങ്ങനെ ഹോണ്ട് ചെയ്യും. അപ്പൊ ഇതിലും അതുപോലെ ഉണ്ടായിട്ടുണ്ട്. എത്രത്തോളം സ്ട്രഗ്ലിംഗ് ആയിരുന്നു മ്യൂസിക് ചെയ്യാനായിട്ട്? ഇത് ഒരു സ്ലോ ത്രില്ലർ ആയതുകൊണ്ട് മ്യൂസിക്കും കൂടെ ഉണ്ടെങ്കിൽ അതിന് ഒരു നിറഞ്ഞു നിൽക്കത്തുള്ളൂ, ഒരു ഫാസ്റ്റായിട്ട് കൊണ്ടുപോകത്തുള്ളൂ. സോ അതുകൊണ്ട് ആ പടത്തിന് അതിൻ്റെ സറൗണ്ടിങ് സിറ്റുവേഷൻ അനുസരിച്ച് മാക്സിമം ആ സൗണ്ടിങ്ങും എല്ലാം വെച്ച് എത്രമാത്രം നമുക്ക് ഫാസ്റ്റാಗಿ കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും എൻഗേജിങ് ആയി കൊണ്ടുപോകാൻ പറ്റുമോ അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പെരിമെന്റ് തന്നെ നടത്തിയോ? അതെ, അതൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അതേപോലെ മാസ് സീനിൽ മാസ്സായിട്ടും പിന്നെ സ്ലോ ആയിട്ട് ആ ത്രില്ലർ അവസാനം വരയ്ക്കും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. മൊത്തത്തിൽ തിയേറ്ററിൽ കണ്ടപ്പോ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു, നല്ല ഇതായിരുന്നു. ഇതിലൊരു പാട്ടുണ്ടായിരുന്നു, അതും നല്ല രീതിയിൽ ഉണ്ടായിരുന്നു, സൗണ്ടിങ് നല്ലായിരുന്നു, കേൾക്കാനും അതിൽ തിയേറ്ററിൽ നല്ലായിരുന്നു. മൊത്തത്തിൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ പടം എങ്ങനെ ഉണ്ടായിരുന്നു? മ്യൂസിക് മാറ്റി നിർത്തിയ പടം ഫസ്റ്റ് സ്ലോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്തോറും ഒരു ആകാംക്ഷ കൊണ്ടുവന്ന് അവസാനം ഒരു സസ്പെൻസ് ത്രില്ലറായിട്ട് തീർത്തായിരുന്നു. ഒരു സീനാണേലും അത് നോട്ടീസ് ചെയ്യുന്ന ഒരു രംഗമാണ്. കണ്ടല്ലേ? കണ്ടു. എങ്ങനെയുണ്ടായി മൊത്തത്തിലിരുന്ന് എല്ലാവരുടെയും കൂടി ഇരുന്ന് പടം കണ്ടപ്പോ? ഭയങ്കര സന്തോഷമായോ? സന്തോഷം തോന്നി, കുഴപ്പമില്ല. ഞാൻ ഒത്തിരി ഫേസിങ്ങിന് ക്യാമറ സിനിമയിലെ അഭിനയിക്കും അല്ല, അങ്ങനെയല്ല. അല്ല, എന്നാലും ഒന്ന് ഒരു അഭിപ്രായം. പ്രിപ്പയർഡ് അല്ല എനിക്ക്. പടം ഇഷ്ടപ്പെട്ടോ മൊത്തത്തിൽ? ഞാൻ എങ്ങനെ ഇതിന്റെ അഭിപ്രായം പറയാം, എനിക്ക് അല്ല, പടമാണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ കണ്ടപ്പോ? ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഒന്ന് പറഞ്ഞ അഭിനയം മാറ്റി നിർത്തിയിട്ട്. അഭിനയല്ല, ഞാൻ എന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ആണോ? അസിസ്റ്റന്റ് ഡയറക്ടർ കൂടെയാണ്. അപ്പൊ എനിക്ക് ജഡ്ജ്മെന്റിൽ പറ്റില്ലല്ലോ. എന്നാലും നമ്മളുണ്ടാക്കിയ പടത്തിന് നമ്മൾ തന്നെ അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. എന്നാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നിട്ടുണ്ടോ? അല്ല, ചെറിയ ഫസ്റ്റ് ഹാഫിലൊരു ചെറിയ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിനൊരു ആ ഒരു ടൈം എടുക്കുന്നു, നമുക്കത് അറിയാം. സെക്കൻഡ് ഹാഫ് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ഭയങ്കര, ഞാനും കണ്ടായിരുന്നു മൂവി, നമുക്ക് ഒരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും. ഫസ്റ്റ് ഹാഫിൽ ടൈം എടുക്കുന്നത്, പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയതുകൊണ്ട് മരിച്ച് അഭിനയിക്കാന്നാണല്ലോ, കണ്ടല്ലോ. ഓക്കെ, അത് മരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റോറിയാണ്, നമ്മുടെ സിനിമയാണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് അവരാകുമ്പോഴത്തേക്കും പറയും, കറക്റ്റായിട്ട് പറയും. ഓക്കെ.